സാറേ 10 കൊല്ലമായിട്ട് പ്രതിപക്ഷ നേതാവില്ലായിരുന്നു ലോക്സഭയിൽ. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ അദ്ദേഹം ശോഭിക്കും. ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി ശോഭിക്കും. പണ്ടത്തെ രാഹുൽ ഗാന്ധിയാണ് ഭയങ്കര പരാജയമായി പോയത്. ഇപ്പം അധികം രാഹുൽ ഗാന്ധി പദം വന്ന ഒരാളാണ്. അടി കിട്ടി പദം വന്ന് ശ്രീനാരായണ ഒരു കിട്ടട്ടെ. അതെ. രാഹുൽ ഗാന്ധി സത്യത്തിൽ വീട്ടിൽ വെക്കേണ്ട ഫോട്ടോ നരേന്ദ്രമോദിയുടെയാണ്. നരേന്ദ്രമോദി ഈ വീടിൻ്റെ ഐശ്വര്യം. നരേന്ദ്രമോദി ഇങ്ങനെ വന്ന് പ്രധാനമന്ത്രിയായി 10 വർഷം ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത കോൺഗ്രസിനെ കൈകാര്യം ചെയ്ത് രാഹുൽ ഗാന്ധി അമ്മയൊക്കെ ഇടീൻ്റെ മുന്നിൽ പോയി ഇരിക്കേണ്ടി വന്നു. പ്രതിപക്ഷ നേതൃപദവി കൊടുത്തില്ല. തലങ്ങും വിലങ്ങും മൂപ്പരെ വിളിച്ചില്ലെങ്കിൽ പപ്പു എന്ന് വിളിച്ചു, അപമാനിച്ചു എല്ലാ രീതിയിലും. അവിടെ ഈ 10 വർഷം കൊണ്ട് രാഹുലിൻ്റെ ജീവിതത്തിൽ അമ്മൂമ്മയുടെ അച്ഛൻ്റെയും മരണം കൊണ്ട് നഷ്ടപ്പെട്ട 10-30 വർഷമുണ്ട്. അതിന് കൂട്ടിലിട്ട കിളീനെ പോലെ വളർത്തപ്പെട്ടത്. ആ രാഹുലിനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. രാഹുലിന് നല്ല രീതിയിൽ എന്നാൽ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ കണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാനോ ഇന്ത്യയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നരേന്ദ്രമോദി ഈ രീതിയിൽ രാഹുൽ ഗാന്ധി MP സ്ഥാനം നഷ്ടപ്പെടുത്തി. ഈ രീതിയിൽ ട്രീറ്റ് ചെയ്തതോടുകൂടി രാഹുൽ ഒരു പദം വന്ന മനുഷ്യൻ, അനുഭവങ്ങളിലൂടെ പദം വന്ന മനുഷ്യനായി. അതായത് കേരളത്തിൽ രാഹുൽ ഗാന്ധി കന്യാകുമാരി, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ബൈക്ക് റാലിയും ഒക്കെ നടത്തിയിട്ടും മൂപ്പര് ബൈക്ക് പോയില്ല, മൂപ്പര് കാറിലായിരുന്നു. 2019 ഇലക്ഷനിൽ അതിന് നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ UDF നിലം തൊട്ടില്ല. കാരണം നെഹ്റു കുടുംബത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ് കേരളം. രാഹുൽ ഗാന്ധി നേരിട്ട് നയിച്ചിട്ട് പോലും നടന്നില്ല. അതാണ് പിണറായി വിജയൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ കിടന്ന് കളിക്കാതെ ഞാനൊരു നാടൻ വർത്താനം ചോദിക്കട്ടെ, നിങ്ങളൊരു ദേശീയ നേതാവല്ലേ എന്ന് ചോദിച്ചാൽ അതാണ്. ഇതൊക്കെ രാഹുൽ ഗാന്ധിക്ക് വരുത്തിയ മാറ്റങ്ങളുണ്ട്. ആ രാഹുൽ ഗാന്ധിയാണ് അത്ര എളുപ്പമൊന്നുമല്ല ഈ കന്യാകുമാരിയിൽ നിന്ന് അങ്ങ് അവിടെ വരെ കാശ്മീർ വരെ നടക്കുക എന്നുള്ളത്. എളുപ്പമല്ല. പിന്നെ ഈ നെക്സൽ ഇൻഫെക്റ്റഡ് ഏരിയയിൽ കൂടെ പിന്നെ ബസ്സിലാണെങ്കിലും തിരിച്ചൊരു യാത്ര നടത്തുക എന്നുള്ളതും അത്ര എളുപ്പമൊന്നുമല്ല. ഈ യാത്രകൾ നിയമസഭാ ഇലക്ഷൻ ഇമ്പോർട്ടൻസ് ഒന്നും വലിയ ഒരു സ്വാധീനമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കോൺഗ്രസ് 100 സീറ്റ് കിട്ടുന്ന സമയത്ത് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ്റെ ഒരു ക്രെഡിറ്റിലേക്ക് അത് പോകുന്നുണ്ട്. അതിലൊരു പക്ഷേ RSSൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്. അതായത് RSS മോഡിക്കിട്ട് പണിഞ്ഞതിൻ്റെയൊക്കെ ഫലമുണ്ട്. പക്ഷേ ബേസിക്കലി അങ്ങനെ ചരിത്രത്തിൽ എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. മറ്റു പലരും ചെയ്തതിൻ്റെ ഗുണം പലർക്കും കിട്ടി. പക്ഷേ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി അത് അർഹിക്കുന്ന ആളാണെന്ന് ഫീൽ, അതായത് പെരുമാറ്റത്തിലുണ്ട്. പണ്ട് മോഡീനെ പോയി കെട്ടിപ്പിടിച്ചതിൻ്റെ കണ്ണു നോക്കിയാണ്. ഇന്നലെ കണ്ടില്ല എത്ര മാന്യമായിട്ടാണ് രണ്ടുപേരും വളരെ ഹാൻഡിൽ ചെയ്യുന്നു. ഇനി രാഹുൽ ഗാന്ധിനെ പേടിക്കേണ്ടതായിട്ട് വരും. രാഹുൽ ഗാന്ധി ഒന്നും നഷ്ടപ്പെടാനില്ല. മാത്രമല്ല അയാൾ നല്ല എഡ്യൂക്കേഷനും കിട്ടിയിട്ടുള്ള ആളാണ്. അയാൾ എക്സാംസ് ക്വാളിഫൈ ചെയ്തോന്നും എനിക്കറിയില്ല. പിന്നെ അയാൾ ജനിച്ച സാഹചര്യം, വളർന്ന സാഹചര്യം അതാണ്. അപ്പോൾ അയാൾക്ക് ഇല്ലാതെ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ പറ്റി ഒരു കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നലെ തന്നെ ഈ അടിയന്തരാവസ്ഥ എടുത്തെടുത്ത് ആ രാഹുൽ ഗാന്ധിൻ്റെ വീര്യം കളയാനുള്ള തന്ത്രപരമായിട്ടുള്ള ശ്രമം അല്ല, ഇന്നലെ എടുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ പോലും അടിയന്തരാവസ്ഥയ്ക്ക് തത്തുല്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ത്യ പലരും ചെയ്തിട്ടുണ്ട്, പലരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. പിന്നെ അടിയന്തരാവസ്ഥനെ പൂർണ്ണമായിട്ട് അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നെഗറ്റീവാണെന്ന് പറയാൻ പറ്റില്ല. അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന അട്രോസിറ്റീസ് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. അടിയന്തരാവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോയ അന്നത്തെ ഉത്തരവാദിത്തമില്ലാത്ത പ്രതിപക്ഷമാണ്. അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ല ഈ രാജ്യം സിവിൽ വാറിൽ പെട്ട് ചിഹ്ന ഭിന്നമായി പോവുകയായിരുന്നു. അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ നിങ്ങളെന്താ വിചാരിച്ച് രാജ്യം മൊത്തം റെയിൽവേ ബന്ദ് 2 ആഴ്ച ഒരു നടക്കില്ല. ഭാരത ബന്ദ് നമ്മളെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? 1-2 ദിവസം ഭാരത ബന്ദ്. ആ പാടെ കപ്പയും ചമ്മന്തി കഴിച്ച് ജീവിക്കേണ്ട അവസ്ഥ. ഇപ്പോഴല്ലേ ഒന്ന് മാറിയത്. CPM-ന് കുറച്ച് ഭരണമൊക്കെ കിട്ടിയതിനു ശേഷമാണ് കേരളത്തിൽ ഈ സാധനം മാറി തുടങ്ങിയത്. അവർക്ക് തന്നെ മനസ്സിലായി ഇത് എന്തൊരു വൃത്തിയുടെ പരിപാടിയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മുതലാളിമാരെ ആക്രമിക്കുക, മുതലാളിമാരെ ശത്രുക്കൾ, ചായക്കടട്ട മുതലാളി, ഇങ്ങനെ പറഞ്ഞ ലോകത്ത് കാലഹരണപ്പെട്ടു പോയ സാധനങ്ങൾ മൊത്തം ഇവിടെ ഇന്ത്യയിൽ എടുത്തുകൊണ്ട് വെച്ചിട്ട് പറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് പ്രധാനമായും സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിൽ കുറച്ചെങ്കിലും ഒരു തത്വദീക്ഷ കാണിച്ചത് ജനസംഘക്കാരാണ്. അവർക്ക് ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഈ ബംഗ്ലാദേശ് യുദ്ധമാണെങ്കിലും പല കാര്യങ്ങളും അവർ വലിയ സപ്പോർട്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക്. അവരൊരു പരിധി കൂടുതൽ രാഷ്ട്രത്തിനെതിരെ ആളെ തിരിച്ചിട്ടില്ല. ഇവർ രാഷ്ട്രത്തിനെതിരെ തിരിച്ചത് വിപ്ലവം ഉണ്ടാക്കാനായിരുന്നു ഉദ്ദേശം. ജയപ്രകാശ് നാരായണ വിപ്ലവം ഉണ്ടാക്കണമെന്നില്ല, പക്ഷേ ജയപ്രകാശൻ നാരായണ ഉണ്ടാക്കുന്ന സാഹചര്യം വിപ്ലവത്തിലേക്ക് പോകുമായിരുന്നു. ആ വിപ്ലവം രാജ്യത്തിന് ഗുണവും ചെയ്യില്ലായിരുന്നു. കാരണം അമേരിക്കയായിരുന്നു അതിൻ്റെ ബാക്കിൽ. അതുകൊണ്ട് ഇവർ സോവിയറ്റ് റഷ്യയുടെ കൂടെ ആയതുകൊണ്ട് ഇന്ദിരാഗാന്ധി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ. അന്ന് ഒരു റെയിൽവേ മിനിസ്റ്റർ ബീഹാറിലെ ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെടുന്നു. രാജ്യത്ത് മൊത്തം പോലീസിനോടും പട്ടാളത്തിനോടും ആയുധം തിരിച്ചു പിടിക്കാൻ ജയപ്രകാശ് നാരായണ ആവശ്യപ്പെടുന്നു.
ജയപ്രകാശ് നാരായണൻ അന്ന് പറഞ്ഞ അത് നടക്കുന്ന രീതിയിലാണ് ഉത്തരേന്ത്യയിലെ അവസ്ഥ. അതുപോലെ ആ രീതിയിൽ വിദ്യാർത്ഥി പ്രശ്നം. ഭാഗ്യത്തിന് പോലീസും പട്ടാളം തിരിച്ചു പിടിച്ചില്ല. തിരിച്ചു പിടിച്ചിരുന്ന് രാജ്യം കൈവിട്ടു പോയിരുന്നു. അന്നാ തിരിച്ചു പിടിച്ചതിന്റെ കുറച്ച് പരിണതി കൂടിയാണ് ഇന്ദിരാഗാന്ധി വെടികെട്ട് വരുന്നത്. എന്താ അംഗരക്ഷകനെ കഴിയുന്ന ഒന്ന് മനസ്സിലാക്കണം. ഇതൊന്നും വെറുതെ അല്ല, ഇതിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷമുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പാണ് മുജീബുർ റഹ്മാൻ എന്നുള്ള ഇന്ത്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തായിരുന്ന ബംഗ്ലാദേശിൻ്റെ സ്ഥാപകൻ, അദ്ദേഹം വീട്ടിൽ വെടികൊണ്ട് മരിക്കുന്നു. മിലിറ്ററി കൂ, പാകിസ്ഥാൻ അമേരിക്ക സ്പോൺസേഡ്. ഇത് 3 വർഷം മുമ്പ്. അപ്പം ഇത് ഇന്ത്യയിൽ സംഭവിക്കായിരുന്നു. കാരണം ഈ നവസ്വതന്ത്ര രാജ്യങ്ങൾ പട്ടാളഭരണം ഇല്ലാതെ പോയ ഒരേ രാജ്യം ഇന്ത്യ. വൺസ് പട്ടാളഭരണം സിവിൽ വാർ വന്നാൽ ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കോ സോഷ്യലിസ്റ്റുകൾക്കോ ഒന്നും ഇവിടെ അധികാരം പിടിക്കാൻ പറ്റില്ല, പട്ടാളത്തിന് പിടിക്കാൻ പറ്റുള്ളൂ. പട്ടാളഭരണം ഇവിടെ വരികയായിരുന്നു. അതില്ലാതാക്കി അടിയന്തരാവസ്ഥ. പിന്നെ അടിയന്തരാവസ്ഥൻ്റെ പുറത്തുണ്ടായ അട്രോസിറ്റി കൊണ്ട് ഇവരൊക്കെ രക്ഷപ്പെട്ടു. ഈ രാജ്യത്തെ സോഷ്യൽ അനാർക്കിയിലേക്ക് നയിച്ച് ഇവരൊക്കെ രക്ഷപ്പെട്ടു. പ്രതിപക്ഷത്തിന് ആദ്യം വേണ്ട ഉത്തരവാദിത്വ ബോധമാണ്, അതില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, അടിയന്തരാവസ്ഥ നിയമവിരുദ്ധമാണോ എന്ന് വെച്ചാൽ അല്ല. ഇവിടെ സിവിൽ വാർ ഉണ്ടാകുകയാണെങ്കിൽ, അത് ഇന്റേണൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയാണെങ്കിൽ, എക്സ്റ്റേണൽ അറ്റാക്ക് വരികയാണെങ്കിൽ, സാമ്പത്തിക പ്രതിസന്ധി വരികയാണെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഭരണഘടന പറയുന്നുണ്ട്. ഇത് ഭരണഘടനാ വിരുദ്ധമല്ല. ഇത് അതാണ് ഇന്റേണൽ അൺട്രസ്റ്റിലേക്ക് പോകുകയായിരുന്നു ഇന്ത്യ. ഉത്തരേന്ത്യ കത്തുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അത് പിടിച്ചു നിർത്താൻ അടിയന്തരാവസ്ഥ കാരണമായിട്ടുണ്ട് വലിയ പരിധി വരെ. പക്ഷേ എന്ത് പറ്റി? അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി ഫ്രണ്ട്സും കാണിച്ചു കൂട്ടി അട്രോസിറ്റീസ് അത് അംഗീകരിക്കാൻ പറ്റും. ഇവര് കാണിച്ചു കൂട്ടി ഈ അട്രോസിറ്റി കൊണ്ട് എന്ത് ചെയ്തു? അടിയന്തരാവസ്ഥയുടെ കാരണങ്ങൾ വിസ്മരിക്കപ്പെട്ടു. അപൂർവം ചില ആളുകളെ പറഞ്ഞിട്ടുള്ളൂ. സതീഷ് ചന്ദ്രനെ പോലെയുള്ള ആധുനിക അടുത്ത എഴുതിയ ഹിസ്റ്റോറിയൻസ് ഒക്കെ ഇത് പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ പോലും അത് ചർച്ച ചെയ്യപ്പെട്ടില്ല. കാരണം നമ്മൾ അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളെ രാജ്യം നമ്മളെ മുന്നിൽ കിടക്കുകയാണ്. ആ മഴയത്ത് രാജ്യം നിൽക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പൊ ഇത്തരം ഒരുപാട് അനുഭവങ്ങളുണ്ട്. തുർക്കുമാൻ ഗേറ്റിൽ വന്ധീകരിക്കപ്പെട്ട മുസ്ലിം യുവാക്കളുണ്ട്. പിന്നെ ശവം പോലും കിട്ടാതെ ചാരമായി പോയ ഒരുപാട് ആളുകളുണ്ട്, രാജനെ പോലെയുള്ള. ഇത്തരം കേസുകൾ ഓരോ സംസ്ഥാനങ്ങളും ഓരോരോ ജില്ലകളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കഥകളിൽ മുങ്ങിപ്പോയി. സത്യത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയ രാജ്യത്തെ രക്ഷപ്പെടുത്തിയ സംഭവമാണ് അടിയന്തരാവസ്ഥ. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി അല്ല, സഞ്ജയ് ഗാന്ധിയുടെ പിന്നെ അതിര് കടന്നിട്ടുള്ള അധികാര ഭ്രാന്തും അത് കാര്യങ്ങളെ മറ്റു രീതിയിൽ കൊണ്ടുപോയി. അന്ന് ആ അധികാര ഭ്രാന്തിന് കൂട്ടുന്നവരും ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ എക്സജീസിനെല്ലാം കൂട്ടുന്ന ആളുകളുമാണ്. ഒന്ന് ഗുലാം നബി ആസാദാണ്, ഒന്ന് കമൽറാമാണ്, ഒന്ന് ജഗദീഷ് ടൈറ്റിലാണ്, ഒന്ന് മക്കാനാണ്. അതിൽ ഗുലാം നബിയും കമൽനാഥും ഇപ്പം BJPയിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ഈ ഗുലാം നബി അത്തരത്തിൽ ഗുലാം നബി ഇന്ദിരാഗാന്ധി അറിയുന്നത് എന്താ? മോന്റെ ഒരു ഗുണ്ടാന്ന രീതിയിലാണ്. നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ അല്ലേ, കാശ്മീരി അല്ലേ. അപ്പൊ രാഹുൽ സഞ്ജയ് ബ്രിഗേഡിൽ ആളായിരുന്നു. അപ്പൊ ഇന്ദിരാഗാന്ധി വീട്ടിലൊക്കെ മോന്റെ കൂടെ വന്നു പോകുന്നതാണ്. ഇങ്ങളീ പറഞ്ഞ വലിയ മഹാനെന്നല്ല അയാൾ രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി അട്രോസിറ്റീസിനെല്ലാം കൂട്ടുന്ന ആളാണ്. ഇവരൊരു ടീമുണ്ടായിരുന്നു. അല്ല ഇപ്പോഴല്ലേ. ഇപ്പൊ മോഡിനെ പറ്റി നല്ല പറയുമ്പോൾ നമുക്ക് വലിയ മനുഷ്യൻ അതൊന്നും അല്ല. ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. ഇവരാരായിരുന്നു, എന്തായിരുന്നു. ഇവരെ പ്രത്യേകിച്ച് മസിലോണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. ജഗദീഷ് ടൈറ്റിൽ ഇവരൊക്കെ തന്നെ. ഇപ്പല്ലേ കോൺഗ്രസ് ഒന്ന് തളർന്ന സമയത്ത് തള്ളി പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് അയാളുടെ ബഹുമാനമില്ല. ഓക്കെ, കോൺഗ്രസ് തളർന്ന സമയത്ത് കൂടെ നിന്നിരുന്നത് മനസ്സിലാക്കാമായിരുന്നു. ഇയാൾ ബുദ്ധിജീവിയായിട്ട് കയറിയൊന്നും അല്ലല്ലോ. ഈ മസിനോട് കയറി സഞ്ജയ് ഗാന്ധിയുടെ കൂടെ. പിന്നെ രാജീവ് ഗാന്ധി വന്നപ്പോൾ ഓരോന്നിനെ സൈഡ് ലൈൻ ചെയ്തു അങ്ങേര്. അതായത് ഇവർക്കൊന്ന് രാജീവിനെ പേഴ്സണലി കണ്ടുകൂടാ. ചേട്ടൻ്റെ അനിയൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെയും അബദ്ധാന്ന് മുമ്പിൽ സൈഡ് ലൈൻ ചെയ്തു. പക്ഷേ അങ്ങനെ സൈഡ് ലൈൻ ചെയ്തപ്പോൾ കഴിഞ്ഞാൽ മൂപ്പര് കൊല ചെയ്യപ്പെട്ടത്. അതിന് പിന്നെ ആരൊക്കെ പങ്കാളികളാണ് നമുക്ക് ഇപ്പോഴും അറിയില്ല. കാരണം അന്വേഷണം നടക്കുന്ന സമയത്ത് ശരിയായ കുറ്റവാളികളിലേക്ക് പോകാൻ പറ്റില്ല. അവർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. അതിന് ആ ശിവരാസനം പിടിക്കേണ്ടിയിരുന്നു. അതിന് മേജർ രവി ഇപ്പോഴും പറയുന്നുണ്ട്, ശിവരാസനം പിടിക്കുന്നതിന് ഒരു ദിവസമാണ് അയാളാണല്ലോ പിടിച്ചത്. ഒരു ദിവസമാണ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഉള്ളിൽ അത് പിടിക്കാൻ പറ്റിയിരുന്നു. ഇവര് മരിച്ചെന്ന് ഉറപ്പായതിനു ശേഷം ഓർഡർ കൊടുത്തു. ഇപ്പോഴും പറയുന്നുണ്ട് മേജർ രവി, ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ പറയാത്തതാണ് നല്ലത്. അപ്പൊ ഇതൊക്കെ രാജീവ് ഗാന്ധിയുടെ മരണം അങ്ങനെ ആകസ്മികമായിട്ട് തമിഴ് പുലികൾ മാത്രമൊന്നല്ല. രാജീവ് ഗാന്ധിയുടെ മരണം, ഇന്ദിരാഗാന്ധിയുടെ മരണം രണ്ട് സ്പോൺസറാണ്. CIA ആദ്യം പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മരിച്ചാലും രാജീവ് മരിച്ചാലും എന്ത് സംഭവിക്കും, ഇന്ദിര മരിച്ചാൽ എന്ത് സംഭവിക്കും, ഇപ്പം മോഡി മരിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അത് മാത്രം എഴുതിയിട്ടില്ല. അല്ലെ എഴുതിയ പുറത്ത് വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യും. കാരണം രാജീവ് ഗാന്ധിക്കും ഇന്ദിരാഗാന്ധിക്കും ശേഷം ഇവര് പേടിക്കുന്ന ഒരേ ഒരാള് മോഡിയാണ്. അല്ല ഈ നമ്മുടെ ഇദ്ദേഹം രാജീവ് ഗാന്ധി ഇപ്പോഴും മോഡിയുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ പ്രധാനമന്ത്രിയായിട്ടിരിക്കേണ്ട പ്രായത്തിൽ വന്നതാണ്. അതൊരു വലിയ അല്ല, ആ പ്രായത്തിൽ അങ്ങേര് കൊണ്ടുവന്ന മാറ്റങ്ങളെ ഇവിടെ ഉള്ളൂ. അതിനുശേഷം മാറ്റങ്ങൾ കൊണ്ടുവന്ന മോഡിയാണ്. ഇത്രയും കാലം ഇരുന്നാലേ ഇന്ത്യ എവിടെ പോകും? അതെ. ഈ ഗ്ലോബലൈസേഷന്റെ ഒക്കെ തുടക്കം കുറിക്കുന്നത് ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് പിന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്തപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് അതിനെതിരായിരുന്നു. അതാണ് ഏറ്റവും വലിയ രസം. ഇപ്പം വേൾഡ് ബാങ്കിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വലിയ സ്ഥലത്ത് പോലും വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ നടക്കുകയാണ്.
അപ്പം അതിനുശേഷം രാജീവ് ഗാന്ധിയാണ് കുറച്ചുകൂടി ഓപ്പൺ ചെയ്തത്. അപ്പോഴാണ് നമുക്ക് ഈ DCM, ടയോട്ട അങ്ങനെയുള്ള കമ്പനികൾ വന്നു. ടെലിഫോൺ രംഗത്ത് വലിയ വിപ്ലവം വന്നു. രാജീവ് ഗാന്ധി നടത്തിയ വിപ്ലവങ്ങളെ ഗുണം പഞ്ചായത്തി രാജ് അദ്ദേഹത്തിന് ശേഷമാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിന് ഒരു ടൈമും കൂടി കിട്ടിയിരുന്നെങ്കിൽ മോഡി ഇപ്പം കൊണ്ടുവന്ന കാര്യം അദ്ദേഹം 10 വർഷം 20 വർഷം മുമ്പ് കൊണ്ടുവരികയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മരണത്തിന് ശേഷം ഒരു 10-20 വർഷം ഇന്ത്യ പിന്നോട്ട് പോയി. കാരണം ഈ കൂട്ടുകക്ഷി വരണം, ഈ രാജ്യത്തെ പിന്നോട്ട് നയിക്കുകയുള്ളൂ. ഒരു ഫയലും നീങ്ങില്ല. പിന്നെ കൂട്ടുകക്ഷി ഭരണത്തെ കുറച്ചും കൂടി നന്നായി മുന്നോട്ട് കൊണ്ടുപോയത് വാജ്പേയിയും നരസിംഹ റാവുവും പിന്നെ മൻമോഹൻ സിംഗിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ. രണ്ടാമത്തെ ഘട്ടത്തിൽ പറ്റിയിട്ടില്ല. വാജ്പേയിയും സത്യത്തിൽ നരസിംഹ റാവുവിന് ഈ കളികൾ അറിയാം. കണ്ണാനെ വെച്ച് കളിച്ചു, MP മാരൊക്കെ വിലക്കെടുത്തു, അങ്ങനെ ഉണ്ട്. വാജ്പേയി പിന്നെ RSSനെ വെച്ച് കളിച്ചു. കാരണം ഒരു പരിധി കൂടുതൽ ഘടകകക്ഷികൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറെ ആർക്കും ഇത് കൊണ്ടുപോകാൻ പറ്റും. ഈ രാജ്യത്ത് ഈ പിന്നോട്ട് വലിക്കും ഈ കൂട്ടുകക്ഷി വരണം. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ മോഡിയെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ശക്തനായ ഭരണാധികാരിയുടെ അണ്ടറിൽ ഒരു പാർട്ടി ഭരിക്കണം. പല പാർട്ടികളെ ഇപ്പം തന്നെ മോഡിക്ക് പണ്ടത്തെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മോഡി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. RSSന്റെ കണ്ണിൽ ഒരു കരടാവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടായി. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇന്ദ്രേഷ് കുമാറൊക്കെ തന്നെ പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കൺസേൺ രാജ്യമാണല്ലോ. അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധിയെ പോലെ, രാജീവ് ഗാന്ധിയെ പോലെ, മോഡിയെ പോലെ ശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം വരണം. അപ്പം ശക്തമായ പ്രതിപക്ഷം വേണം. അന്ന സമയത്തൊക്കെ ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നു. ലോക്സഭയിലൊക്കെ നമുക്കറിയാം നല്ല പ്രതിപക്ഷം ഉണ്ടായി. മീഡിയ ഇന്നത്തെ പോലെ സ്തുതിപാഠകരായിരുന്നു, നല്ല വൈബ്രന്റ് മീഡിയ ആയിരുന്നു. അത്ര മീഡിയ നമുക്ക് വേണം. പക്ഷേ ഉത്തരവാദിത്ത ബോധം കാണിക്കണം. പ്രതിപക്ഷ പാർട്ടികൾ ഉത്തരവാദിത്ത ബോധം കാണിക്കണം. ഇപ്പം രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നു ഉത്തരവാദിത്ത ബോധം കാണിക്കും. കാരണം നമ്മളെയൊക്കെ പോലെ ചിന്തിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അവർക്ക് രാഷ്ട്രമാണ് ഒന്നാമത്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രതിപക്ഷമായിരിക്കണം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. അത് ജയ്ഷാ ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും, നരേന്ദ്രമോദിക്കിൻ്റെ ബന്ധു കുടുംബമൊന്നുമില്ലല്ലോ, ആരാണെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അത് രാഷ്ട്രത്തെ ഒറ്റ കൊടുക്കുന്ന രീതിയിലായിരിക്കും. രാജ്യസ്നേഹിക്കുക, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. രാജ്യം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഭരണപക്ഷം പ്രതിപക്ഷമാവുന്നത്. അല്ല അമേരിക്ക ഇവിടെ നിന്ന് ഈ രാജ്യത്ത് 4 കഷ്ണമാക്കും. സത്യം നമ്മളെ മെയിൻ ശത്രു ഉണ്ടല്ലോ, ചൈനയും. കാരണം അവരെ സംബന്ധിച്ച് ഇന്ത്യ നാളെ എമേർജ് ചെയ്ത് വരുന്ന ശക്തിയാണ്. ലോകത്തൊരു രാജ്യവും ഇന്ത്യക്ക് വേറെ പ്രശ്നമുണ്ട്, ചൈനയ്ക്കും. നമുക്ക് വലിയൊരു പാസ്റ്റ് ഉണ്ട്, അവന്മാർക്ക് ഇല്ലാത്തതാണ്. അവന്മാർക്ക് പാസ്റ്റ് 200 വർഷത്തെ ചരിത്രം അമേരിക്കയ്ക്ക് ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഇറാഖൊക്കെ അവന്മാർ തകർത്ത് കളഞ്ഞത്. പിന്നെ ഈജിപ്റ്റ് നമ്മളെപ്പോലെ വലിയ ശക്തിയൊന്നും ആവില്ല. നമ്മൾ ചൈനയിൽ വലിയ ശക്തിയാവുക. ചൈന പിന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അവിടെ പിന്നെ പൊട്ടിക്കാൻ വളരെ എളുപ്പമാണ്. ഓൾറെഡി വേറെ ഐഡിയോളജി വന്ന് അവിടുത്തെ സംസ്കാരം നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അത് നടക്കില്ല. ഇവിടെ നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും ഇവിടെ ഒരു ഭാരതീയ സംസ്കാരം എന്നുള്ള വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ രാജ്യത്തോട് ഉത്തരവാദിത്ത ബോധമുള്ള ശക്തമായ പ്രതിപക്ഷമായ രാഹുൽ ഗാന്ധി മാറട്ടെ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു. അദ്ദേഹം സാറ് പറഞ്ഞതുപോലെ നല്ല പ്രതിപക്ഷ നേതാവട്ടെ. 34 കൊല്ലത്തിന് ശേഷം അച്ഛൻ്റെ സ്ഥാനം കിട്ടുകയാണ്. അപ്പോൾ നല്ല പ്രതിപക്ഷമാവുന്നത് ഒരു നല്ല ഭരണം കൊണ്ടുവന്നതിന് നല്ലതാണ്. മാധ്യമപ്രവർത്തകരെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട രാഹുലിന് നല്ലൊരു ഈ സീറ്റുകൾ ഇത്രയും കിട്ടുന്നതില് സംഘത്തിനൊരു പങ്കുണ്ടെന്നുള്ള കാര്യം കൂടി രാഹുൽ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ടത്തെ പോലെ പൊട്ടിത്തെറികളൊന്നും കാണുന്നില്ല. രാഹുൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഒന്ന് ഇരുത്തം വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.